ഓണം സീരീസിലെ മൂന്നാമത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, മാമ്പഴ പുളിശ്ശേരിയാണ്. ഒരു ഒഴിച്ചുകറിയാണ്. ഈ സീസണിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ചന്ദ്രകാരം മാങ്ങയൊന്നും അവൈലബിൾ ആയിരിക്കില്ല. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ വിഷു സീസണിൽ നമുക്ക് കൂടുതലായിട്ട് ചന്ദ്രകാരം മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് തൊലിയൊക്കെ കളഞ്ഞ് സിപ്ലോ കവറിലാക്കിയിട്ട് എയർ ടൈറ്റായി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഏകദേശം അതുപോലെ തന്നെ അത്യാവശ്യം പുളിയും മധുരവും അത്യാവശ്യം ജ്യൂസി ആയിട്ടുള്ളൊരു ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിക്കളയാം. അത്യാവശ്യം ഒരു മീഡിയം സൈസ് മാങ്ങയാണ് കേട്ടോ അത്. നമ്മുടെ ചന്ദ്രകാരം മാങ്ങയുടെ അത്ര ഫ്ലേവർ ഇതിനുണ്ടാവില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ മാങ്ങയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും ചതച്ച് ചേർക്കണം. പച്ചമുളകാണ് മാമ്പഴ പുളിശ്ശേരിക്ക് എരിവ് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കണ നാടൻ മുളകാണ്, അതുകൊണ്ട് എരിവ് കൂടുതലായിരിക്കും. 3 എണ്ണേ ചേർക്കണുള്ളൂ കേട്ടോ. അത് നമുക്ക് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കണതിൻ്റെ ഒപ്പം അരച്ചെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് മാങ്ങയിലേക്ക് നന്നായി പിടിക്കുക. ഈ പച്ചമുളകിൽ കിടന്ന് മാങ്ങ വേകുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇടികല്ലിലാണ് ചതയ്ക്കുന്നത്. നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല മണം കേട്ടോ ഈ പച്ചമുളക് ഇങ്ങനെ ചതയ്ക്കുമ്പോൾ. നാടൻ മുളകായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇത് ചതച്ചത് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 മീഡിയം സൈസ് വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. പിന്നെ ഈ മാങ്ങയ്ക്ക് പ്രത്യേകിച്ച് നല്ല മധുരമായിരിക്കില്ല. കുറച്ചൊരു ചെറിയ പുളിയും മധുരവും അതുപോലെ അത്യാവശ്യം എന്താ പറയുക, നീരുള്ള മാങ്ങയായിരിക്കും കേട്ടോ. നമ്മുടെ ചന്ദ്രകാരം മാങ്ങേനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, നാരുള്ള മാങ്ങയാണ്. ആ ടൈപ്പിലുള്ള ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചതച്ച പച്ചമുളകൊക്കെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് മഞ്ഞ കളറാണ്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട് ഈ കറിയിൽ ഉണ്ടാവുക, അതുകൊണ്ട് മുളക് കളറിന് മാത്രം ചേർത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കണം. നമ്മൾ മാങ്ങയുടെ മധുരം നോക്കിയതിന് ശേഷം പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളി കൂടുതലാണ്, അതുകൊണ്ട് അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കണു. പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ ശർക്കര നീരായാലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി മാങ്ങ വെവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരും. അതുപോലെ മാങ്ങയും ചെറുതായി ഒന്ന് ഉടഞ്ഞ പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായി ആ ചാറിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഒരു തടിത്തവ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ 1 മുറി തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി എന്താണ് വേണ്ടത്? എല്ലാ പച്ചക്കറികളിലും നമ്മൾ മിക്കതും ജീരകം ചേർക്കും. അതുപോലെ മാമ്പഴ പുളിശ്ശേരിയിൽ നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കും. ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുക കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഒരുപാട് മുന്നിലേക്ക് നിൽക്കരുത്, ചെറിയൊരു ടച്ചേ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച്, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ പറയാം. ഒരു 10-12 മണി കുരുമുളക് അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എരിവ് കുറവാണെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം.
തേങ്ങ ചെരുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സദ്യ തയ്യാറാക്കാം. തേങ്ങയാണ് സദ്യയുടെ എല്ലാ വിഭവങ്ങളിലും മെയിനായിട്ട് ഉണ്ടാവണ ഒരു കാര്യം. അപ്പോൾ തേങ്ങ നമ്മൾ നേരത്തോടെ ചെരുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്പീസൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നമ്മൾ ഈ മൺചട്ടി, കലച്ചട്ടി, അതുപോലെ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തടിത്തവി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി തടിത്തവികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നല്ലൊരു തടിത്തവി കേട്ടോ. ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ലൊരു തവിയാണ്. നമ്മൾ ചേർത്ത തേങ്ങാരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ കട്ടത്തൈര് ബീറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ നിൽക്കരുത്. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് കറിക്ക് കളറ് കുറവായിട്ട് തോന്നും. പക്ഷേ തൈരൊന്ന് ചൂടായി വരുമ്പോൾ കളറ് ശരിയായിക്കോളും, പേടിക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം കൂടി ചേർക്കും. ഒരു 2 മണി ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. അത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവാണ്ട് നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളക് 2ആയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ചേർത്ത് നമ്മൾ താളിക്കാൻ പോണ ടൈമിൽ വേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേപ്പില ആദ്യമേ ചേർക്കുമ്പോൾ കരിഞ്ഞു പോവും, പിന്നെ അതിൻ്റെ ഫ്ലേവറും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാതും മൂത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കലത്തിലേക്ക് താളിപ്പൊഴിക്കാൻ നിൽക്കുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ കറിവേപ്പിലയാണ്, ഇതിന് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയുടെ കലത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഇങ്ങനെ കറികളൊക്കെ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് മൊത്തത്തിൽ കിച്ചണിൽ. അപ്പോൾ ദാ നമ്മൾ താളിപ്പ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൈര് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കളറ് കറിയുടെ ശരിയാവുന്നു. ഇതാ ഇപ്പോൾ കറക്റ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിരിക്കുമ്പോൾ ഒന്ന് തിക്കാവുമെങ്കിലും ഒരുപാട് കട്ടിയാവില്ല കേട്ടോ. കാരണം നമ്മളിത് ഒഴിച്ച് കഴിക്കുന്ന കറിയാണല്ലോ. അപ്പോൾ സദ്യയിൽ ഒരു മാങ്ങയൊക്കെ വെച്ച് മാങ്ങ പിഴിഞ്ഞൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങ അവൈലബിൾ ആയിട്ടുള്ളവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഓണത്തിന് ഈ റെസിപ്പി. ആ മാമ്പഴത്തിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകത്തിനല്ലേ എന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഓണം സീരീസിലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.